ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അൻസാരി സൂര്യ ഉസ്താദിനെ ഒരു സഹോദരി വിളിച്ചിട്ട് ആ സഹോദരിയെ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു മതപണ്ഡിതൻ എന്ന് പറയുന്ന ഒരു പരമചെറ്റ ആ സഹോദരി കാണിച്ചിട്ടുള്ള വഞ്ചനയെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇസ്ലാമിനെ ആക്രമിക്കാൻ കാത്തു നിൽക്കുന്ന ഇസ്ലാം നാമധാരികളായിട്ടുള്ള ചില മരപ്പട്ടികളുണ്ട്. സംഘപരിവാറിൽ നിന്നും കാസയിൽ നിന്നൊക്കെ അവർ ഉച്ചിഷ്ടം ഭക്ഷിച്ചിട്ട് നാഴേക്ക് 40 വട്ടം ഇസ്ലാമിനെ പള്ളു പറയാൻ വേണ്ടി നിൽക്കുന്ന ചില മരപ്പട്ടികളുണ്ടല്ലോ. ഇവന്മാർക്കും അത് ഉടനെ കൊണ്ടുവന്ന് കണ്ടന്റ് ആക്കി അത് വലിയ രീതിയിൽ വേറെ തലങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ നടക്കുന്ന സംഘപരിവാറിന്റെ ആളുകളിലേക്കൊക്കെ ദൈവനെ പോലുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള ചില ചെറ്റകൾ ഇട്ടുകൊടുക്കുന്ന വാർത്തകളുണ്ടല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഇവനോ അല്ലെങ്കിൽ ഇവനെ പോലെ വേറെ 1 2 അല്ലെങ്കിൽ ഒരു 10 പേര് ചെയ്താൽ അത് മുഴുവൻ ഈ നാട്ടിലുള്ള മുസ്ലിങ്ങളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലാണ് ഇവരുടെ വീഡിയോകൾ വരുന്നത്. ആത്മീയതയുടെ മറവിൽ ഇവിടുത്തെ സഹോദരികളെയും അല്ലെങ്കിൽ പാവപ്പെട്ടിച്ച വിശ്വാസികളെയൊക്കെ ചൂഷണം ചെയ്യുന്നത് ഇസ്ലാം മതത്തിൽ മാത്രമാണോ? അല്ല, എല്ലാ മതവിഭാഗത്തിലും കൊണ്ട് ഇത്തരത്തിൽ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവർ. കാരണം ഇവനൊന്നും കഷ്ടപ്പെടത്തില്ല, ഇവനൊക്കെ വിയർപ്പിന്റെ അസുഖമുള്ളവരാ, ഇവനൊന്നും ജീവിതത്തിലേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ജീവിക്കുക, വിശ്വാസത്തിന്റെ ഭാഗമാകുമ്പോഴത്തേക്ക് ഇവന്മാരൊന്നും ആരും ഒന്നും കയറി ചെയ്യില്ല എന്നുള്ളൊരു ധൈര്യം ഇവർക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള നാറുകൾ. ഇപ്പം നമുക്ക് മുരാരി ബാബു ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ റീൽസ് ഒക്കെ ചെയ്ത് വൈറലായിട്ട് ഒരാൾ, അയാളുടെ ഒരു കേസ് കേട്ട് നമ്മളെല്ലാവരും കണ്ടതാണ്. ക്ഷേത്രത്തിലെ പോറ്റി അയാൾ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരവും നമ്മൾ കണ്ടതാണ്. പല മുസ്ലിം നാമധാരികളായിട്ടുള്ള ഉസ്താദ് എന്ന് ചമഞ്ഞ് നടക്കുന്ന ഫ്രോഡ് സാധനങ്ങൾ ഈ സമൂഹത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ചില മരപ്പട്ടികൾ ചെയ്തിട്ടുള്ള തോന്നിയാസങ്ങൾ നമ്മൾ കണ്ടതാണ്. നമ്മുടെ കാളിച്ചേട്ടൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇവരെ കൊണ്ടൊക്കെ ഇത് ചെയ്യിക്കുന്നത് ഇവനെ പോലുള്ള ചെറ്റകളാണ്. കാരണം കാളിച്ചേട്ടൻ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല, കാരണം കാളിച്ചേട്ടനോടൊപ്പം തന്നെയാണ് നമ്മൾ. പക്ഷേ കാളിച്ചേട്ടൻ വീഡിയോകൾ ചെയ്യുമ്പോൾ അതൊരു സമൂഹം അല്ലെങ്കിൽ ഒരു സമുദായം മാത്രമാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അണ്ണൻ ഒരു വൺ സൈഡ് വീഡിയോ ചെയ്യരുത്. അണ്ണൻ ഞാൻ 2 വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അണ്ണനും പ്രേക്ഷകർക്കും കൂടെ കാണാൻ വേണ്ടി ഞാനൊരു വീഡിയോ ഒന്ന് വെക്കാം. ആദ്യം നമുക്ക് അതൊന്ന് കണ്ടതിന് ശേഷം നമ്മുടെ കാളിയണ്ണൻ പറയുന്നത് എന്താണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളൊന്ന് കേൾക്കുക. കാരണം ഇതൊരിക്കലും ഒരു സമുദായത്തിൻ്റെ തെറ്റല്ല. ഓരോ സമുദായത്തിൽ ജനിക്കുന്ന ആ സമുദായം എന്താണെന്ന് പോലും പഠിക്കാത്ത ചില ഫ്രോഡ് സാധനങ്ങൾ ചെയ്യുന്ന തെമ്മാടിത്തരവും തോന്നിയാസത്തിനും അത് അനുഭവിക്കുന്നത് ഒരു സമൂഹവും ഒരു സമുദായം തന്നെയായിരിക്കും. അതിനകത്ത് ജാതി മതം ഒന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. എല്ലാ മതത്തിലും ഉണ്ട് ഫ്രോഡ് സാധനങ്ങൾ, എല്ലാ മതത്തിലും ഉണ്ട് ഇത്തരത്തിൽ തന്തക്ക് പറക്കാത്ത കഴിവറ മക്കൾ. ഇതിനെപ്പോലുള്ളവനൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഇവിടുത്തെ പൊതുസമൂഹമാണ്. കാരണം നിയമങ്ങളുടെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ ഇവരെങ്ങും ഒന്നും ചെയ്യത്തില്ല. ഇവരൊക്കെ ഇവൻ്റെ പണത്തിൻ്റെ ബലവും ഇവൻ്റെയൊക്കെ സ്വാധീനവും കൊണ്ട് വീണ്ടും വീണ്ടും രക്ഷപ്പെട്ട് പുറത്തേക്ക് വരും. ഇതിനെക്കാട്ടി വലിയ ഫ്രോഡ് പരിപാടികളാണ് ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്, നമുക്ക് ഈ വാർത്ത ഒന്ന് കണ്ടതിന് ശേഷം നമ്മുടെ കാളിയണ്ണൻ പറയുന്നതെന്ന് കേൾക്കാം. അടൂരിൽ ആഭിചാരക്രിയയുടെ മറവിൽ പീഡനശ്രമം നടത്തിയ BJP നേതാവ് അറസ്റ്റിലായിരിക്കുന്നു. മുൻ BJP കൊല്ലം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി അംഗം T. രഞ്ജു ആണ് അറസ്റ്റിലായത്. പ്രതിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചായിരുന്നു പീഡനശ്രമം. പെൺകുട്ടിയുടെ കുടുംബത്തിന് ഇയാളുമായി നേരിട്ട് ബന്ധമില്ല. മറ്റൊരാൾ വഴി പെൺകുട്ടിയുടെ ഭാവിക്ക് നല്ലത് വരാൻ വേണ്ടി ആഭിചാരക്രിയ ചെയ്യാമെന്ന തീരുമാനത്തിൽ കുടുംബം എത്തുന്നു. തുടർന്ന് ഇയാളെ ആഭിചാരക്രിയയ്ക്കായിട്ട് ഈ പ്രതിയായിട്ടുള്ള BJP നേതാവ് T. രഞ്ജുവിനെ ആഭിചാരക്രിയയ്ക്കായി വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രിയോടെ ഇങ്ങനെ ഈ പ്രതിയായ BJP നേതാവ് T. രഞ്ജു ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയും പെൺകുട്ടിയുമായി മുറിയിലേക്ക് പോവുകയും ശരീരത്തിൽ കയറി പിടിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഉടൻ തന്നെ പെൺകുട്ടി കുതറി മാറുകയും ഡോർ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. തുടർന്ന് വീട്ടുകാരെ ഈ പെൺകുട്ടി തന്നെ വിവരം അറിയിച്ചു. ഇത്തരത്തിൽ ശരീരത്തിൽ കയറി പിടിക്കാൻ ഈ BJP നേതാവായിട്ടുള്ള T. രഞ്ജു ശ്രമിച്ചു എന്ന തരത്തിൽ. തുടർന്ന് ഈ വീട്ടുകാർ തന്നെയാണ് അടൂർ പോലീസിൽ പരാതി നൽകിയത്. ഈ സമയം കൊണ്ട് തന്നെ ഈ BJP നേതാവ് ഈ വീട്ടിൽ നിന്നും കടന്നു കളയുകയും ചെയ്തിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പ്രതിക്ക് മുൻപ് സമാനമായ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും BJPയുടെ നേതാവായിട്ടുള്ള രഞ്ജു എന്ന് പറയുന്ന ഈ പരനാറി ചെയ്ത ഈ തെമ്മാടിത്തരത്തിന് നമുക്ക് ആ സമുദായത്തെ കുറ്റം പറയാൻ പറ്റുമോ? ഒരിക്കലും നമുക്ക് ആ ഒരു സമുദായത്തെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഈ വൺ സൈഡ് വാർത്തകൾ ചെയ്യുമ്പോൾ എൻ്റെ അണ്ണൻ ഒന്നുകൂടെ ഓർക്കണമായിരുന്നു. 21 വയസ്സുള്ള ഒരു യുവാവ്, ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് വന്നിട്ടുള്ള ഒരു സാധു യുവാവ്, അവൻ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് RSSകാരാണ് എന്നെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മരണക്കുറിപ്പ് എഴുതി വെച്ചിട്ട് മരിച്ചിട്ടുള്ള ഈ സഹോദരനെ നിങ്ങൾ ആരും മറന്നു കാണത്തില്ല, അനന്തു അല്ലേ? അപ്പോൾ എൻ്റെ അണ്ണ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് വേണം അണ്ണൻ വീഡിയോ ചെയ്യാൻ. ഇനിയിപ്പോൾ അണ്ണൻ പറയുന്നത് എന്താണെന്നൊന്ന് കേട്ടോ. നമസ്കാരം.
ദൈവത്തിന്റെ മാലാക വരുമെന്ന് പറഞ്ഞ് പിഞ്ചു കുഞ്ഞുങ്ങളെ പിച്ചിച്ചിന്തിയ കപട ആത്മീയവാദി, ധാർമ്മികതയുടെ വെളിച്ചം പകരേണ്ട പവിത്രമായ ക്യാമ്പസിനകത്ത് ഒളിച്ചിരുന്ന് ചോര കുടിച്ച കാപാലികൻ. പാലക്കുന്ന് പോക്സോ കേസിലെ മുഖ്യപ്രതി ആദവനാട് AK ഉസ്താദ് എന്ന മുഹമ്മദിന്റെ ക്രൂരതകൾ അതിർത്തികൾ താണ്ടി തൃശൂരിലേക്കും വടക്കാഞ്ചേരിയിലേക്കും നീളുകയാണ്. പ്രിയപ്പെട്ട അൻസാരി ഉസ്താദെ, നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിലെ ആളുകളുമായിട്ട് നിരന്തരം സംവാദിക്കുന്ന ആളാണ്. ഒരുപാട് തെറ്റുകളുടെ കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ആളാണ്. ഞാൻ താങ്കളോട് ഒരു അപേക്ഷ വയ്ക്കുകയാണ്. താങ്കളുടെ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ഈ മദ്രസ അധ്യാപകന്മാർ, അല്ലെങ്കിൽ നല്ല അറിവുള്ള, മതത്തെക്കുറിച്ച് നല്ല അറിവുള്ള, ബോധമുള്ള, ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുള്ള ഈ ഉസ്താദുമാരെന്ന് പറയുന്നവർ, അല്ലെങ്കിൽ അധ്യാപകർ എന്ന് പറയുന്നവരോട് താങ്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശമുണ്ട്. ഈ സ്വർഗരതി എന്ന് പറയുന്ന പരിപാടി, അല്ലെങ്കിൽ ആൺകുട്ടികളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്ന പരിപാടി, അതൊരു ശിർക്കാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ തടയാൻ ശ്രമിക്കണം. ഇന്ന് ഇസ്ലാം മതം എവിടെയെങ്കിലും അപമാനം കൊണ്ട് തല താഴ്ത്തുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ആൺകുട്ടികളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്ന കാര്യത്തിലാണ്. ഈ പറയുന്ന ഉസ്താദ് നിരന്തരം കുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ലൈംഗിക സുഖം, കുട്ടികളെ വെച്ച് ലൈംഗിക സുഖം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കുറെ കോളേജുകളുടെ ഉത്തരവാദിത്തമുള്ള ആളാണ്, നല്ല തലപ്പത്തിരിക്കുന്ന ആളാണ്. പക്ഷെ ഇവനെ പോലത്തെ ആളുകൾ എന്തുകൊണ്ടാണ് ഈ കുട്ടികളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നത്? ഇസ്ലാമിന് എന്തെല്ലാം മഹത്വമുണ്ടെന്ന് പറഞ്ഞാലും ഈ മതം പഠിച്ചവൻ, ഖുർആൻ മനഃപ്പാഠമാക്കിയവൻ, മതം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവൻ, ഇവരെല്ലാം ആൺകുട്ടികളെ ഇങ്ങനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ നിങ്ങളെപ്പോലത്തെ ഒരു ഉസ്താദെങ്കിലും മുന്നോട്ട് വരണം. മദ്രസകൾ പീഡിപ്പിക്കുന്ന കുട്ടികളുടെ കണക്കുകൾ എടുക്കണം. അതിൽ ആരോപിതരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ കുറ്റം ചെയ്ത ആളുകൾ, അവർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇസ്ലാം മതത്തിൽ വ്യക്തമായിട്ടുള്ള ഗ്ലാസുകൾ എടുത്തു കൊടുക്കണം. ഈ ആൺകുട്ടികളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നത് ഷിർക്കാണ് എന്ന് പറയുന്നുണ്ട്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യാതിരിക്കുള്ളൂ, അല്ലാത്ത പക്ഷം ഇവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. മതം പഠിപ്പിച്ചു കൊടുക്കേണ്ട അധ്യാപകരാണ് കുട്ടികളെ ലൈംഗികമായിട്ട് വെറും മ്ലേച്ഛന്മാരായിട്ട് മാറുന്നത്. ഇതിനെതിരെ ഉസ്താദിന്റെ ഒരു വലിയ ക്ലാസ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ മുസ്ലിം സമുദായത്തിനുണ്ടാകുന്ന ഇതുപോലത്തെ തട്ടുകേടുകളിൽ നിന്നും ആ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവനെപ്പോലുള്ള ആളുകളുമായിട്ട് നിരന്തരം സംവാദിക്കണം. സ്കൂളുകളിൽ, അല്ലെങ്കിൽ കോളേജുകളിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മദ്രസകളിൽ ഈ ലൈംഗിക പീഡനത്തിനെതിരെ ശബ്ദിക്കാനുള്ള ഒരു വഴി കൂടി ആ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇനി ഇവിടുത്തെ സർക്കാരിനോട് പറയാനുള്ളത്, ഇവിടെയുള്ള കേരളത്തിലുള്ള എല്ലാ മദ്രസകളിലും സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ ചെല്ലണം, അവിടുത്തെ കുട്ടികളെ കൗൺസിലിംഗ് ചെയ്യണം. ഏതെങ്കിലും രീതിയിൽ ഈ കുട്ടികൾ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അറിയുകയാണെങ്കിൽ ആ വ്യക്തിക്കെതിരെ പോക്സോ കേസ് എടുത്തുകൊണ്ട് നിരന്തരം ജയിലിനകത്തിടാനുള്ള വഴി കൂടി ഉണ്ടാക്കണം. കാരണം കുട്ടികളെ നല്ലത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട, മതം പറഞ്ഞ് മതത്തിന്റെ നല്ല സംസ്കാരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട വ്യക്തികൾ ആ കുട്ടികളെ തന്നെ ലൈംഗികമായി ഉപയോഗിക്കുന്ന ആ മ്ലേച്ഛ രീതിയെ നമുക്ക് പൊളിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ടതുണ്ട്. മതം മുസ്ലിമായതിന്റെ പേരിൽ കുട്ടികൾ നമ്മുടേതല്ലാതാകുന്നില്ല, എല്ലാം നമ്മുടെ മക്കൾ തന്നെയാണ്. അപ്പോൾ നിരന്തരം എല്ലാ മദ്രസകളിലും ഗവൺമെന്റ് സ്റ്റാഫുകൾ പോയി കുട്ടികളെ കൗൺസിലിംഗ് ചെയ്യണം. നിർബന്ധമായിട്ടുള്ള വിഷയമാണ്. മതത്തിന്റെ പേരിൽ വരുമ്പോൾ തന്തയും തള്ളയും വരെ ഈ മതത്തിന്റെ കൂടെ നിന്നുകൊണ്ട് മതത്തിന് കോട്ടം തട്ടാതിരിക്കാൻ ഈ പീഡനങ്ങൾ മറച്ചു വെച്ച ചരിത്രങ്ങളുണ്ട്. 100% ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഇത് ചെയ്തവന് സത്യം പറഞ്ഞ് ഇവന്റെ കിടുങ്ങാമണി അങ്ങോട്ട് തല്ലി പൊട്ടിക്കണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അൻസാരി സുഗിരി ഉസ്താദ് ഇതിന് മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞു. അൻസാരി സുഗിരി ഉസ്താദ് മാത്രമല്ല, ഈ നാട്ടിൽ ഒരുപാട് നല്ല നല്ല മതപണ്ഡിതന്മാരെ പറയിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ള ഇവനെപ്പോലുള്ള ചില പരനാറികൾ കാണിക്കുന്ന തെമ്മാടിത്തരത്തിന് ഒരു സമുദായത്തെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സ്വവർഗ രതി തന്നെയാണ്. അത് ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ പാപമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അത് ജാസിയെ പോലുള്ള ആളുകളൊക്കെ കിടന്ന് ഈ തോന്നിയാസം കാണിക്കുമ്പോൾ ഇതിനെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് വിമർശിക്കുന്നത് ഇവിടുത്തെ ഇസ്ലാം മതത്തിലുള്ള മതപണ്ഡിതന്മാർ തന്നെയാണ്. കാണിച്ച ഏത് മറ്റവനാണെങ്കിലും കൊള്ളാം, ഒരു സമുദായത്തെ മൊത്തം അടച്ചാക്ഷേപിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വഴിയൊരുക്കി കൊടുക്കുന്ന ഇവനെപ്പോലുള്ള നായ്ക്കള അതാത് മഹല്ല് കമ്മിറ്റികൾ ഇത്തരത്തിലൊരു പ്രവൃത്തി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ സുനാപ്പി അടിച്ചു പൊട്ടിക്കണം. അവൻ്റെ ജീവിതത്തിൽ അവനിനി ആ സാധനം വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. സംവിധാനങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ളൊരു നടപടിയെടുക്കണം. പിന്നെ ഇത് ഈ ഒരു മതത്തിൽ മാത്രമല്ല നടക്കുന്നതെന്നുള്ളതും കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള വീഡിയോകളുണ്ടല്ലോ, ഇതൊന്നും ഒരു മതത്തിൻ്റെ തെറ്റല്ല. ഈ മതത്തിൽ ജീവിക്കുന്ന ചില പുഴുത്ത ജന്മങ്ങൾ. പ്രേക്ഷകരെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.